രാമന്തൂരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി വി സുരേഷ്, കരിവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം കുഞ്ഞിലാൽ, കേരള മണ്ഡലം എ കെ ജയശ്രീ, ചെറുതാഴ് മണ്ഡലം സി എം ദാമോദരൻ. ബംഗാളിന്റെ കരുത്തനായ നേതാവുമായ ശ്രീ പ്രിയരഞ്ജൻ ദാസ് മുൻഷി, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും MLA-യുമായ ദീപ മുൻഷി, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി, KPCC-യുടെ ഉപാധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ ശ്രീ MI ഷാനവാസ്, UK ഭാസി, MK രാഘവൻ, ശ്രീ P ശങ്കരൻ, കണ്ണൂരിന്റെ പ്രിയങ്കരനായ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ K സുധാകരൻ, പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്താൻ മാർക്സിസ്റ്റ് പാർട്ടിയും RSSഉം ഒരുപോലെ ഇവിടെ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ കോളേജുകളിൽ KSU അഭിമാനകരമായ വിജയം കൊയ്തെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ KSU പ്രവർത്തകന്മാരെ കോളേജിൽ, സ്കൂളുകളിലും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു. ഇത്തവണത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ കണ്ണൂർ ജില്ലയിൽ തെളിയിച്ചത് പുതിയ തലമുറ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരാണ് എന്നുള്ള സത്യം ഒരിക്കൽ കൂടി തെളിയിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുകൾ പറയുന്നത്. അഭിവാദ്യങ്ങൾ, ശാന്തി യാത്രക്ക് അഭിവാദ്യങ്ങൾ. എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷിച്ച് ശാന്തി പറഞ്ഞുകൊണ്ട് ഗാന്ധിയെ സേവാദാർ വളണ്ടിയർമാർ KN ഹംസഹാജി, കരിയപ്പാത്തി ഗോവിന്ദൻ പട്ടുവം, GSP തളിപ്പറമ്പ് കോൺഗ്രസ് M ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി. തൊഴിലാളി കോൺഗ്രസ്, ദളിത് കോൺഗ്രസ് മാടായി യൂണിറ്റ്, കർഷക കോൺഗ്രസ് മാടായി മണ്ഡല കമ്മിറ്റി, കർഷക തൊഴിലാളി ഫെഡറേഷൻ മാടായി മണ്ഡല കമ്മിറ്റി, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി, KC ജോസഫ് MLA ചെയ്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദരണീയരായ ഇതാ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. മുഴുവൻ
കണ്ണൂരിന്റെ സ്റ്റേഡിയം ഈ കണ്ണൂരിന്റെ പ്രദേശമെന്ന് നമുക്കറിയാം. ഈ കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണൻ മാസ്റ്റർ, പ്രസിഡന്റ് പള്ളിക്കുന്ന് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ കെ പ്രമോദ് ഹാരമണിക്കുന്നു. പോലും ശാന്തിയാത്രമായ പലരും പറഞ്ഞു ശാന്തിയാത്രയ്ക്ക് പദങ്ങളടയ്ക്കാൻ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസുകാരെ കിട്ടില്ല. കിട്ടിയ നോട്ടുമാലകൾ മുഴുവൻ സമാഹരിച്ച് ബഹുമാന്യനായ ശ്രീ AK ആന്റണിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് രക്തസാക്ഷി കുടുംബ സംഗമം നടത്തി 45 ലക്ഷം രൂപ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ അന്ന് നൽകാൻ സാധിച്ചു. അതിനുശേഷമാണ് രക്തസാക്ഷി കുടുംബ ഫണ്ട് ഉണ്ടാക്കാൻ CPM-ന് പോലും പ്രേരണ ഉണ്ടായത്. ജീവിച്ചിരിക്കുന്ന നിരവധി രക്തസാക്ഷികളെ അവരുടെ സ്നേഹമസൃണമായ വരവേൽപ്പ് ഈ ശാന്തിയാത്രയ്ക്ക് ലഭിച്ചു. ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഏക കുറ്റത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കഠാരമുനകൾക്ക് മുമ്പിൽ ജീവിതത്തിന്റെ ആ വസന്തകാലം മുഴുവൻ നഷ്ടപ്പെടുത്തിയ ചെറുപ്പക്കാർ രണ്ടുപേരുടെ സഹായത്തോടെ കടന്നു വന്ന് ഞങ്ങളെ സ്വീകരിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഈ ശാന്തി യാത്ര കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൗരാവകാശങ്ങളുടെ ധ്വംസനത്തിനെതിരായിട്ടാണ്.